ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോകൾക്ക് ഒരു കോൺസിസ്റ്റൻസി ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. കാരണം ഞങ്ങൾ കുറേ ഹോളിഡേ ഒക്കെ പോയി, നാട്ടിൽ പോയിരുന്നു. പിന്നെ ഞങ്ങളുടെ 25th വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് വത്തിക്കാൻ പോയി. അങ്ങനെ കുറച്ച് യാത്രകളിൽ കൂടെ പോയപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഇടുന്നതൊന്ന് കുറഞ്ഞു പോയി. ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണം. അതോടൊപ്പം തന്നെ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കേ കുറച്ച് വെയിറ്റൊക്കെ കൂടിയെന്നേ. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു, കുറച്ച് എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട്, ഒരു ചെറിയ സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി വയറൊക്കെ ഒരു ബൾജി ആയിട്ടിരിക്കുന്നു. അതൊക്കെ മാറ്റിയെടുത്തിട്ടേ പഴയ രൂപത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെയിറ്റ് കൂടുമ്പം വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കണം. വെയിറ്റ് കൂടിയത് കുറച്ചില്ലേ തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ, ഒരു വീക്കിലി ഹെൽത്തി ഡയറ്റ് പ്ലാനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ്, അതിന് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണം. ഫസ്റ്റ് നമ്മൾ ഒന്ന് പ്ലാനിങ്, എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. എന്തൊക്കെ ഫുഡ് കഴിച്ചാലും എന്തൊക്കെ എക്സസൈസ് ചെയ്താലാണ് നല്ലതെന്ന് നമ്മളൊന്ന് ഒരു തീരുമാനം എടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്യണം. നമുക്ക് വേണ്ടിയ സാധനങ്ങൾ മാത്രമേ വാങ്ങാവൂ. അല്ലെങ്കിൽ ആവശ്യമില്ലാതുള്ള ബഡ്ജറ്റ് നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാനൊക്കെ പാടായി വരും. അതുകൊണ്ട് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് വരിക. മൂന്നാമത്തെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ. നമ്മൾ എന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് വരണം. അപ്പം ഞാൻ ഷോപ്പിംഗ് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഹെൽത്തി മീൽ പ്ലാനിൻ്റെ പ്രധാന ഘടകമാണ് ഹൈ പ്രോട്ടീൻ. അതിനുവേണ്ടി ഞാൻ ചിക്കനും അതുപോലെ എഗ്ഗുമാണ് 1 വീക്കിലേക്കുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അതിനുവേണ്ടി 1.5 കിലോ ചിക്കൻ ബ്രസ്റ്റും 1.5 കിലോ ഹോൾ ചിക്കനും ഉണ്ട്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി മാരിനേഷൻ ഇടുമ്പോൾ നമുക്ക് കാണാം. ചിക്കൻ ബ്രസ്റ്റും ചിക്കനും മാരിനേറ്റ് ചെയ്യാമേ. അപ്പോൾ ഇത് 1 വീക്കിലേക്കുള്ള ഹെൽത്ത് പ്ലാന്റെ ഭാഗമായിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് മസാലയൊന്നും കഴിക്കണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. നമുക്ക് ഫ്രിഡ്ജിൽ കുക്ക് ചെയ്ത് വെക്കാനായതുകൊണ്ട് നമുക്ക് എന്താണേലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ ചിക്കൻ ബ്രസ്റ്റിൽ വിട്ടു, ചിക്കൻ കട്ട് ചെയ്തതിൽ വിട്ടു. ഇതെല്ലാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ചിക്കൻ ബ്രസ്റ്റിലേക്ക് ഞാൻ 1.5 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ ഇട്ടു. അതുപോലെ ചിക്കനും 1.5 കിലോ ചിക്കനാണ്. അപ്പോൾ ഇതിലേക്കും 2 സ്പൂണ്. അതുപോലെ തന്നെ നമുക്ക് പെപ്പർ പൗഡർ, ഫ്രഷ് പെപ്പർ ഇപ്പം ഞാൻ പൊടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണ് ചേർക്കാമേ. 2ലും 1.5 സ്പൂണ്. അതുപോലെ തന്നെ സോൾട്ട് ചേർക്കണം. സോൾട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നമുക്ക് പിന്നെ നോക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. 2ലും നമുക്ക് വേണമെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ ബ്രസ്റ്റിലേക്ക് മാത്രം ഇത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൽ നിന്ന് എടുത്താണ് നമ്മൾ പിന്നെ ഓരോ നേരത്തേക്കുള്ള എന്താണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ജനറലി ഇങ്ങനെ കുക്ക് ചെയ്ത് ഞാനൊരു കണ്ടെയ്നറിലാക്കി വെക്കുക. അപ്പം കുറച്ച് തന്തൂരി പൗഡർ ചേർക്കുന്നുണ്ട്, തന്തൂരി മസാല. ഒരുപാട് വേണ്ട, ഒരു കുറച്ച്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സാധനം വന്നില്ലല്ലോ, നമ്മുടെ ലെമൺ ജ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് 1 മുറി ലെമണിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റാം. ഇനി ഇതെല്ലാം കൂടെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. അപ്പം ഈ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ എയർ ഫ്രയറിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അത് എയർ ഫ്രയറിൽ ഇടുമ്പോൾ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ
അല്ലാത്ത ചിക്കന് ഇതുപോലെ കുക്ക് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി വെക്കുവാണ്, ഒട്ടും വെള്ളമൊന്നുമില്ലാതെ പറ്റിച്ചെടുത്ത്. എന്നാൽ നല്ലവണ്ണം കുക്ക് ചെയ്ത് വെക്കുക. അപ്പം ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഈ ചിക്കൻ ബ്രസ്റ്റ് ഈ എയർ ഫ്രയറിൻ്റെ ഇതിലേക്ക് ഇട്ടാം. നമുക്ക് ഇതിനകത്ത് ഈ ട്രേക്കകത്തെല്ലാം ഇതിൽ നിന്ന് വരുന്ന ജ്യൂസ് എല്ലാം വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ സിലിക്കോൺ ട്രേ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഇതിട്ട് വേണം ചെയ്യാൻ. ഇതിനകത്ത് വലിയ പീസുകളായതുകൊണ്ട് ഒരു 3 പീസേ ഇതിനകത്ത് കൊള്ളത്തുള്ളൂ. ഇനിയും ചെറിയൊരു ട്രേ ഉണ്ട്, അതിനകത്ത് നമ്മൾ ഒരു വലിയ പീസ് ഇതിലിടത്തുള്ളൂ. ഇത് നല്ലതായിട്ട് കുക്ക് ചെയ്യണമല്ലോ. ഞാനത് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊരു ഇത് ടേൺ ചെയ്യണം. അപ്പം നമ്മൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ചാണ് ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് 10 മിനിറ്റ് ആകുമ്പോൾ ടേൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കും. ഇപ്പം എയർ ഫ്രയറിൽ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാമേ. അപ്പം ഇനി നമുക്കിത് ടേൺ ചെയ്യാം. അങ്ങനെ ടേൺ ചെയ്തിട്ടിട്ട് ഇത് ചിക്കൻ ബ്രസ്റ്റ് നല്ല തിക്ക് നല്ല കനമുള്ള പീസാണ്, വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് എയർ ഫ്രയറിലും അതുപോലെ ഹോൾ ചിക്കന് മസാലയെല്ലാം പുരട്ടി അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ അങ്ങനെ കുക്ക് ചെയ്യാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിരുന്ന് കുക്കാകട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ എയർ ഫ്രയറിൽ മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ അത് ചിക്കൻ ആകട്ടെ മറ്റെന്ത് മീറ്റ് ആണെങ്കിലും ആ മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് മസാല കാണുമല്ലോ, അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അത് ആ മീറ്റിൻ്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുവാണെങ്കിൽ കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കും, ഒരുപാട് ഡ്രൈ ആകാതെ. ഞാനിത് ഒലിവ് ഓയിലാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഇതൊന്ന് ബ്രഷേലോ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ ആ മീറ്റിന് നല്ല ഒരു ഭംഗി, ഒരു കളറും പിന്നെ ടേസ്റ്റ് നല്ലതായിരിക്കും. മസാലയെല്ലാം ഒട്ടും വേസ്റ്റ് ആകാതെ കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട്. അപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂറോളമായി നമ്മൾ ഈ പാത്രത്തിൽ അടച്ചു വെച്ച് വേവിക്കുന്ന ചിക്കന്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ, ഇതിൽ നിന്നുള്ള ജ്യൂസ് തന്നെ ചിക്കൻ്റെ. ഇതിപ്പം ഇനി അടച്ചു കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇരുന്ന് നല്ലവണ്ണം കുക്ക് ചെയ്തെടുത്ത് വെച്ചാൽ ഇനി നമ്മളിത് സാൻഡ്വിച്ച് വെക്കാനാണേലും ഇത് തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാനാണേലും ഒക്കെ ആണേലും കുക്കായതാണല്ലോ ഓൾറെഡി, അതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കുമേ. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങി വെച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഞാൻ ചിക്കൻ ബ്രസ്റ്റും ചിക്കനും വാങ്ങിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഞാനത് കുക്ക് ചെയ്യുന്ന രീതി ഓൾറെഡി നിങ്ങളെ കാണിച്ചു. പിന്നെ അതുപോലെ സോയ വാങ്ങിയിട്ടുണ്ട്, പനീർ, അതുപോലെ തന്നെ ഇത് കടല, വെള്ളക്കടലയും ഉണ്ട് കറുത്ത കടലയും. ഇത് കുറച്ച് സമയം വെള്ളത്തിൽ, അതുപോലെ ഉണക്കപ്പയർ, ഇതിനകത്തൊക്കെയാണ് ലോ കലോറി അതുപോലെ ഹൈ ഇൻ പ്രോട്ടീനാണ് ഇതെല്ലാം. അതുപോലെ തന്നെ അവക്കാഡോയിൽ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ലോ കലോറി വെജിറ്റബിൾസ്, ഞാൻ ബ്രോക്കോളി, കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, സുച്ചിനി, ഇതിനകത്തെല്ലാം ലോ കലോറി വെജിറ്റബിളാണ്. അതുപോലെ തന്നെ സെലറി, സ്പ്രിംഗ് ഒനിയന്, മഷ്റൂം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് നിങ്ങൾ വാങ്ങുമ്പോൾ മെയിൻലി നിങ്ങൾ നല്ല ഓയിലി ഫിഷ്, അതുപോലെ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൂണ നല്ലൊരു ഇതാണ്. ധാരാളം നമുക്ക് ശരീരത്തിന് വേണ്ടിയ ഇത് അടങ്ങിയിരിക്കുന്ന നല്ലൊരു ഫിഷാണ് ടൂണ. അതുപോലെ തന്നെ നമുക്ക് സാൽമൺ വാങ്ങിക്കാം. നാട്ടിലുള്ളവർക്ക് അയല, മത്തി, അതുപോലെ തന്നെ ചൂര നാട്ടിൽ കിട്ടുന്നതാണല്ലോ. ഇവിടെ ടൂണ ഇങ്ങനെ ടിന്നിൽ കിട്ടും. നാട്ടിൽ നമുക്ക് ഫ്രഷ് ചൂര വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ ചിക്കൻ ബ്രസ്റ്റ് തന്നെ വാങ്ങാൻ കിട്ടാത്തവർക്ക് ഹോൾ ചിക്കൻ എടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. ഒന്നീ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ എഗ്ഗും ഉൾപ്പെടുത്താം നമുക്ക്. ഞാൻ എഗ്ഗും വാങ്ങി വെച്ചിട്ടുണ്ട്.
അപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ, നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത് ഫ്രിഡ്ജിൽ ഒരാഴ്ചത്തേക്ക് സൂക്ഷിക്കുന്നതെന്നും കുക്ക് ചെയ്യുന്ന വിധവും നിങ്ങൾക്ക് കാണാം. എഗ്ഗ് വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാടമുട്ടയോ കോഴിയുടെ മുട്ടയോ താറാവിൻ്റെയോ ഒക്കെ വാങ്ങിക്കാം. എനിക്ക് കാടമുട്ട കിട്ടിയില്ല, താറാവിൻ്റെ മുട്ടയും കോഴിയുടെ മുട്ടയും കിട്ടി. അതുപോലെ തന്നെ മെയിൻ ഫുഡിലേക്ക് ഞാൻ പോറിഡ്ജ് മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ അത് ഞാൻ പുട്ടുപൊടിയാണ് വാങ്ങിയത്. അപ്പം പുട്ടുണ്ടാക്കുവാണെങ്കിൽ അത് തമ്മി ഭേദം തൊമ്മെന്ന് പറയുന്ന പോലെ ഇതിനകത്ത് നല്ല കലോറിയൊക്കെ ഉണ്ട് ഗോതമ്പിനകത്ത്. എന്നാലും അരിയുടെ പുട്ടിനെക്കാട്ടിലും ബെറ്ററാണ് ഗോതമ്പ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റാഗി പൗഡർ വെച്ച് ഇടിയപ്പമോ പുട്ടൊക്കെ ഉണ്ടാക്കാം. ഇത് റാഗിയുടെ ഒരു ഇത് സേമിയയാണ്. ഇത് വെച്ച് നമുക്ക് ഇടിയപ്പവും പുട്ടും ഒക്കെ ഉണ്ടാക്കാം, ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഇതും വാങ്ങി. അപ്പോൾ പിന്നെ സ്പിനാച്ച്, ഇത് വെജിറ്റബിൾ, ഇത് സാലഡ് ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് തോരൻ വെക്കാനാണെങ്കിലും നിങ്ങൾക്ക് ചീര കിട്ടുമല്ലോ, നാട്ടിലുള്ളവർക്ക് ഇഷ്ടം പോലെ ചീര അവൈലബിൾ ആണ്. അപ്പം ചീരയും നിങ്ങൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തണം, 1 വീക്കിലേക്കുള്ള ഈ ഹെൽത്തി ഡയറ്റ് പ്ലാനിൽ. അപ്പം നമുക്ക് ബാക്കി വീഡിയോകൾ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഹോൾ ഡേ ഞാൻ ബിസി ആയിരുന്നു. രാവിലെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീക്കെൻഡ് ഇനി മൺഡേയിലേക്കുള്ള ഹെൽത്തി മെനു പ്ലാനിൻ്റെ എല്ലാ സാധനങ്ങളും ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് വന്ന് എല്ലാം പ്രിപ്പയർ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ? വാ. അപ്പം ഈ മോളത്തെ തട്ട് തൊട്ട് തുടങ്ങാമേ. ഞാൻ കുറച്ച് പാസ്റ്റ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത്. ഇത് നമുക്ക് വേണമെങ്കിൽ സലാഡിൻ്റെ കൂടെ ചേർക്കാം. ഇത് സെപ്പറേറ്റ് തന്നെ വേണമെങ്കിൽ പാസ്റ്റ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾ എല്ലാം കൂടെ ഇട്ട് അങ്ങനെ ചെയ്യാം. അതെ, വെള്ളക്കടല അത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി മീൽ പ്ലാൻ നോക്കുമ്പോഴും വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് ചോറ് കഴിക്കണമെന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി വൈറ്റ് റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അതുപോലെ തന്നെ ഇത് പ്രോട്ടീനിൻ്റെ ഉള്ള വേണ്ടിയ കാര്യങ്ങളാണ്. ചിക്കന് ഇത് ഞാൻ കാണിച്ചല്ലോ നിങ്ങളെ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന്. ഒരുപാട് മസാലയൊന്നും ഇട്ട് അങ്ങനെ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക്കും സോൾട്ടും പെപ്പറും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇതേണ്ട കുറച്ച് ചിക്കൻ ബ്രസ്റ്റ്, ഇത് എയർ ഫ്രൈ ചെയ്തതാണ്, എയർ ഫ്രയറിലാണ് ഇത് കുക്ക് ചെയ്തത്. കാണിക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് സാൻഡ്വിച്ച് വേണേ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കുറച്ച് റൈസും കുറച്ച് വെജിറ്റബിളൊക്കെ ഇട്ട് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേ ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഒരു സ്റ്റിർ ഫ്രൈ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് കുക്കായിരിക്കുന്നതാണ്. നമുക്ക് യോഗട്ട് ഒരു മെയിൻ സാധനമാണ് നമ്മളുടെ ഹെൽത്തി ഡയറ്റിൽ. ബയോ യോഗട്ട് ഇതൊരു മെയിൻ സാധനമാണ്. നമുക്ക് ഇതിനകത്ത് ഇത് ഓട്സിൻ്റെ കൂടെ കഴിക്കാം. ഇത് തന്നെ സെപ്പറേറ്റ് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ചേർത്താണെങ്കിലും ഒക്കെ കഴിക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഫുൾ ഡെപ്പ യോഗട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് ഈസി ആക്കാൻ വേണ്ടി കുറച്ച് ക്യാബേജ്, ഇത് സ്റ്റിർ ഫ്രൈ ചെയ്യണമെങ്കിൽ മറ്റുള്ള വെജിറ്റബിളിൻ്റെ കൂടെ ആ ഒരു കട്ടിങ്ങിലാണ്, ഇത് വലുതായിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ജിഞ്ചറും ഗാർലിക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 1 വീക്കിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ജിഞ്ചർ നമുക്ക് വേണമെങ്കിൽ ഇനിയും എടുക്കാമല്ലോ. ഇത് എത്രമാത്രം ഉപയോഗിക്കുമെന്നുള്ള അനുസരിച്ച് എടുത്താൽ മതി. അതുപോലെ തന്നെ ഗാർലിക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗാർലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ജിഞ്ചറും ഗാർലിക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമുക്ക് എല്ലാത്തിനും. അപ്പോൾ അതെല്ലാം ചെയ്ത് റെഡി ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കുറച്ച് ലെമൺ ഞാൻ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്ത് പാഴ്സലിയും ദില്ല് അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് പാഴ്സലി കിട്ടാനില്ലെങ്കിൽ അതിന് പകരം കൊറിയാണ്ടർ ലീഫ് ചേർത്താൽ മതിയേ. ഇത് കുറച്ച് ക്യാരറ്റ് സ്റ്റിക്കും അതുപോലെ തന്നെ സെലറിയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുക. അത് നമുക്ക് ഒരു സ്നാക്സായിട്ട് കുറച്ച് നട്ട്സും ഇതും കൂടെ ഒക്കെ
വിശക്കുമ്പം കഴിക്കാം. ഇതാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പം കുറച്ച് ഷുഗർ കണ്ടൻറ്റ് കുറവുള്ള ഫ്രൂട്ട്സ് എടുക്കണേ. അതെ, ബെറീസൊക്കെ നല്ലതായി. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ബെറീസ് വെച്ചിട്ടില്ല. കിവി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിള്, പ്ലം കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ചക്കപ്പഴം ഒന്നും എടുത്ത് നമ്മളൊരു വെയിറ്റ് ലോസിൻ്റെ ടൈമിലേക്ക് ഉപയോഗിക്കേണ്ട. അതിനകത്തൊക്കെ നിറച്ച് ഷുഗറുണ്ട്. മാങ്ങാപ്പഴവും ചക്കപ്പഴവും ഒക്കെ നല്ലത് തന്നെ കഴിച്ചാൽ, പക്ഷെ അതിനകത്തൊക്കെ നല്ലവണ്ണം ഷുഗർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് വാട്ടർമെലനൊക്കെ ഉപയോഗിക്കുക. അത് നല്ല ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വാട്ടർമെലനൊക്കെ നല്ല. ഇതതുപോലെ നമ്മളെ ചെറുപയർ, അത് നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കുക്കറിൽ കുക്ക് ചെയ്ത് ഇതിനകത്ത് സോൾട്ട് മാത്രമേ ചേർത്തിട്ടുള്ളേ. അപ്പോൾ ഇത് വേണ്ട വിധത്തിൽ നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം, തോരനായിട്ട് വെക്കാം. ഒന്ന് കുക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഈസിയാണല്ലോ നമുക്ക് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് കുറച്ച് റാഡിഷിനകത്തൊക്കെ ലോ കലോറി ആണല്ലോ, ഹൈ ഫൈബറും നമുക്ക് ഒരുപാട് മിനറൽസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബ്രോക്കോളി. ഇതാണെങ്കിൽ പനീർ സോൾട്ടും മഞ്ഞപ്പൊടിയും കൂടെ മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. അതും നമുക്ക് ഫ്രൈഡ് റൈസിന് വേണമെങ്കിലും സ്റ്റിർ ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ സുച്ചിനി, അതും കുറച്ച് ക്യാരറ്റും കൂടെ വെച്ചേക്കുന്നത്. ഇത് മഷ്റൂം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സുച്ചിനിയും ക്യാരറ്റും ഈ ക്യാബേജും ഒക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് മഷ്റൂമാണ്. അതുപോലെ തന്നെ ഇത് ഓരോ നേരവും ഇനി ഇത് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കുന്നത്, അതുപോലെ തന്നെ ലഞ്ചിന് എന്താണ് ഉപയോഗിക്കുന്നത്, ഡിന്നറിന് എന്താണെന്നുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബാലൻസ്ഡ് ഡയറ്റുമായിട്ട് വേണം കഴിക്കാൻ. പ്രോട്ടീൻ തന്നെ ഒരു നേരം ഫുള്ള് കഴിക്കല്ലേ. പ്രോട്ടീൻ്റെ കൂടെ കുറച്ച് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ വെജിറ്റബിള്, അതുപോലെ തന്നെ കുറച്ച് കാർബ്സൊക്കെ ഉപയോഗിക്കാം നമ്മൾ. എന്നാലല്ലേ നമുക്ക് കൂടുതൽ എനർജി കിട്ടും. എല്ലാം കൂടെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഇതെല്ലാം കൂടെ വെജിറ്റബിളും പ്രോട്ടീൻ അടങ്ങിയതും എല്ലാം കൂടെ ഹൈ പ്രോട്ടീനും ഫുഡെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതായിട്ട് നമ്മൾ കഴിക്കണം. ഇത് കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ പീൽ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് കട്ട് ചെയ്തിട്ടില്ല. നമുക്കത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് കുറച്ച് സാലഡിനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഞാൻ ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുണ്ട്, ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ തന്നെ കുറച്ച് റാഡിഷും ചേർത്തിട്ടുണ്ട്. റാഡിഷുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നോക്കുവാണെങ്കിൽ റാഡിഷ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിള്, നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് കുറച്ച് നോക്കട്ടെ ഇത് എന്തുവാന്ന്, കുറച്ച് ഒനിയൻ എല്ലാത്തിനും നമുക്ക് വേണമല്ലോ. കുറച്ച് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ ചീരയൊക്കെ കിട്ടുമല്ലോ. ഇവിടെ ചീരയൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഏഷ്യൻ കടയിൽ പോകണം. അതിന് പകരം ഇവിടുത്തെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ബേബി സ്പിനാച്ച് വാങ്ങിച്ച് അത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്താണ് എല്ലാം എടുത്ത് വെച്ചത്. നമ്മൾ വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ ആ നനവോട് അരിഞ്ഞു വെച്ചാൽ വേഗം കേടാവും. അപ്പം ഒരു വീക്കിലെ ഫുള്ള് കാര്യങ്ങൾ ഈസി ആകും ഇങ്ങനെ നിങ്ങൾ റെഡി ചെയ്ത് വെച്ചാൽ. അപ്പം ബാക്കി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഓരോന്നും കാണിക്കാമേ. ഈ പാർട്ട് 1 വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മൾ ഒരു 1 വീക്കിൻ്റെ ഹെൽത്തി മീൽ പ്ലാനിങ്ങും അതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഇനി പാർട്ട് 2 നമ്മൾ എന്താണ് ഓരോ ദിവസവും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതെന്നാണ് പാർട്ട് 2 നിങ്ങൾ കാണുന്നത്. ഉടനെ തന്നെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.